മമ്മൂട്ടി ഡിസപ്പോയിന്റ് ചെയ്യില്ല എന്നുള്ളൊരു എക്സ്പെക്ടേഷനോട് കൂടി തന്നെയാണ് വന്നത്. വേറെ പ്രത്യേകിച്ചൊന്നും പറയില്ല, മമ്മൂട്ടിയിൽ അങ്ങ് ലയിച്ചിരിക്കുകയാണ് എല്ലാവരും. അത് കണ്ട് തന്നെ നമ്മൾ അനുഭവിക്കണം, അല്ലാതെ നമ്മൾ റിവ്യൂ കേട്ടിട്ട് പറഞ്ഞിട്ടൊരു കാര്യമില്ല. സൂപ്പർ, അടിപൊളി, മമ്മൂക്ക റോക്സ്. എടുത്തു പറയത്തക്കെന്ന് പറഞ്ഞാൽ മമ്മൂക്കയുടെ അപ്പിയറൻസ് തന്നെയാണ് എടുത്തു പറയാനുള്ളത്. വേറെ പ്രത്യേകിച്ചൊന്നും പറയില്ല, മമ്മൂട്ടിയിൽ അങ്ങ് ലയിച്ചിരിക്കുകയാണ് എല്ലാവരും. ഇത് കൊള്ളാം, ആംബിയൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തേക്കുന്നതൊക്കെ കൊള്ളാം. സൂപ്പർ പടം, അടിപൊളി, നല്ല പടം. അതെനിക്ക് പറയാമോ? ടെക്നിക്കലി മമ്മൂക്കയാണ്. മമ്മൂക്കി പിന്നെ സിദ്ധാർത്ഥ ഭരതൻ അടിപൊളിയായിട്ട് അഭിനയിച്ചു. ആക്ടിംഗ് ഉണ്ട്, ആർട്ട് വർക്കും ഉണ്ട്. പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. കൊള്ളാം. ആ കൂടെ കുറച്ച് കഥാപാത്രമുള്ളൂ, എല്ലാം ഒന്നുകൊന്ന് വെച്ചാൽ മമ്മൂട്ടി ക്ലാസ്സുകാരുണ്ട്. എടുത്തു പറയുന്നതിന് അഭിനയം തന്നെ, അഭിനയം കറക്റ്റ് പെർഫെക്റ്റ് കാസ്റ്റിംഗ്. അതായത് ആ കൂടെ കുറച്ച് കഥാപാത്രങ്ങളുള്ളൂ, കറക്റ്റ് കാസ്റ്റ് ചെയ്തു. ഒരു ലാഗിങ്ങും ഇല്ല, അവസരങ്ങളാം. വലിയ മോശമൊന്നുമില്ല, ഒരു എക്സ്പെരിമെൻ്റൽ മൂവിയാണ്, കണ്ടിരിക്കാം. കൊള്ളാം, കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. ഒരു സ്റ്റോറി ടെല്ലിങ്, ഒരു സ്റ്റൈൽ വേറെ പുതിയൊരു സ്റ്റൈലിലേക്ക് വന്നിരിക്കും. ആ രീതിയിൽ കൊള്ളാം. എപ്പിക് പടം എന്ന് വെച്ചാൽ എപ്പിക് പടം, സൂപ്പർ ഫീലാണ്. അത് കണ്ട് തന്നെ നമ്മൾ അനുഭവിക്കണം, അല്ലാതെ നമ്മൾ റിവ്യൂ കേട്ടിട്ട് പറഞ്ഞിട്ടൊരു കാര്യമില്ല. അത്രയ്ക്ക് ഫീലുണ്ട്. വമ്പം പടം, ഇതുപോലൊരു പടമില്ല. എപ്പിക് പടം മലയാളം. അവരുടെ ആക്ടിങ്ങും ക്യാമറയും മ്യൂസിക്കും ഒക്കെ അടിപൊളിയായിരുന്നു ശരിക്കും. മമ്മൂക്കയുടെ ചിരി അത് എടുത്ത് പറയേണ്ട കാര്യമാണ്. പിന്നെ ആക്ടിങ്, അത് 3 പേരുടെയും അടിപൊളിയായിരുന്നു. നല്ലൊരു കഥ, നല്ല ഫിലിമായിരുന്നു. ഒരു വ്യത്യസ്തമായ ഒരു അഭിനയ ശൈലി തന്നെയാണ്. പിന്നെ അർജുൻ അശോകൻ്റെ സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. പടം വേറെ ലെവല് പടം, ഒന്നും പറയില്ല. ഹോളിവുഡ് ലെവൽ മേക്കിങ്ങാണ്. നമ്മൾ ഹിന്ദിയിൽ ഇതുപോലെ എനിക്ക് കണ്ടപ്പോൾ അവസാന രംഗമൊക്കെ കണ്ടപ്പം നമ്മുടെ തുമ്പാത് മൂവിയാണ് ഓർമ്മ വന്നത്. ഹിന്ദിയിൽ ഒരു രക്ഷയില്ലാത്ത മമ്മൂട്ടിയുടെ പ്രകടനമാണെങ്കിലും അർജുൻ അശോകനാണെങ്കിലും സിദ്ധാർത്ഥ ഭരതനാണ്, 3 പേരും ഒന്നിനൊന്ന് മെച്ചമായിട്ട്. കാരണം ആരുടെയും ഒരാളുടെ പടമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. മമ്മൂക്കാൻ്റെ പടമാണെന്നോ അർജുൻ്റെ പടമാണെന്നോ 3 പേരും ഒന്നിനൊന്ന് മെച്ചമായിട്ട് ഉണ്ട്. ഒരു രക്ഷയില്ല. കളർ പടങ്ങളെ വെല്ലുന്ന രീതിയിലുള്ള മേക്കിങ്ങാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടമാണെങ്കിലും ഒരു രക്ഷയില്ലാത്ത മേക്കിങ്ങാണ്. ഉറപ്പായിട്ട് തിയേറ്ററിൽ തന്നെ കാണണം. കാര്യം തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റാണ്. അവരുടെ അഭിനയം തന്നെ, അർജുൻ അശോകിൻ്റെയും മമ്മൂക്കയുടെ അഭിനയം തന്നെയാണ് നല്ലായിരുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ രീതിക്ക്, ക്ലൈമാക്സ് ഒക്കെ കുറച്ച് ഇല്യൂഷനൊക്കെ ഉണ്ടാക്കുന്ന രീതിക്ക് ഗുഡ് വാച്ച്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഭയങ്കര രസമായിരുന്നു. മമ്മൂട്ടിയുടെ ആക്ടിങ് ഒന്നും പറയില്ല, ഭയങ്കര രസമായിരുന്നു. നൈസ് മൂവിയായിരുന്നു. മേക്കിംഗ് നല്ല രസമാണ്. പിന്നെ അതിൻ്റെ എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുറച്ചുകൂടെ നല്ല രസമാണ്. നല്ലതായിരുന്നു, ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. തിയേറ്ററിൽ കാണാവുന്ന എനിക്ക് തോന്നുന്നത്, കാരണം അത്രയും വിഷ്വൽ എക്സ്പീരിയൻസ് ആയിരുന്നു. ആക്ടിങ് ആയാലും എല്ലാം അടിപൊളിയായിരുന്നു. മ്യൂസിക് ഭയങ്കര അടിപൊളിയായിരുന്നു. സ്ലോ ആണ് മൂവി. എനിക്ക് വിഷയമൊന്നും തോന്നിയില്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റ് പലരും പല ഒപ്പീനിയൻ പറയും, പക്ഷെ എനിക്കൊന്നും അങ്ങനെ തോന്നിയില്ല. ഭയങ്കര അടിപൊളിയായിരുന്നു. എനിക്ക് സ്ലോ ബേൺ ഇഷ്ടമാണ്, അപ്പം എനിക്ക് തോന്നില്ല അത് ഒരു വിഷയമായിരുന്നു. കാരണം ആ ഒരു മൂഡാണ് ആ മൂവിക്ക്. ഹൊറർ സെറ്റിംഗ് ആണ് മൂവിയുടെ. അടിപൊളിയായിരുന്നു. കൊള്ളായിരുന്നു, നല്ല മൂവിയായിരുന്നു ആക്ച്വലി. അത് ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മെയിൻ സ്ട്രീം എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇത് തന്നെ ഉണ്ട്. പിന്നെ ഡയറക്റ്റിംഗ് ആയാലും റൈറ്റിംഗ് ആയാലും നല്ലോണം ഉണ്ടായിരുന്നു ആക്ച്വലി. ലൈക്ക് ബ്രില്യൻ മൂവിയാണ് ആക്ച്വലി. എവരിവൺ ഷുഡ് വാച്ച്. സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. എടുത്തു പറയാനുള്ളത് എല്ലാം മൊത്തത്തിലെല്ലാം സെറ്റാണ്. മാസം വൈബ് ഉണ്ട്. നല്ല മൂവിയായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട, ഞാൻ ഉൾപ്പെടെയുള്ള ജനറേഷൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒന്നും കണ്ടിട്ടില്ല. ടി വിയിൽ മാത്രം കണ്ട ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവി, അതിന് ഇത്രയും, അതും ഒരു ഹൊറർ എക്സ്പീരിയൻസോടുകൂടി കൊണ്ടുവന്നത് മികച്ചതായിരുന്നു. പിന്നെ മമ്മൂക്ക ആസ് യൂഷ്വൽ പറയേണ്ടതില്ല. പിന്നെ അർജുൻ അശോക് ആയാലും സിദ്ധാർത്ഥ ആയാലും നല്ല പെർഫോമൻസ് ആയിരുന്നു. പിന്നെ മ്യൂസിക്കും ഗംഭീരം. തിയേറ്റർ വാച്ചാണ്. നന്നായിട്ടുണ്ടായിരുന്നു, ഇഷ്ടമായി, ഒരുപാട് ഇഷ്ടമായി. ഒരുപാട് പുതിയ കാര്യങ്ങൾ ഈ ഒരു മൂവി ഫീൽഡിലോട്ട് വരുന്നത് ഭയങ്കര നല്ലൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഞാനിപ്പോൾ വർക്ക് കഴിഞ്ഞ് ഡയറക്റ്റ് വരികയാണ്. ഈ ഒരു മൂവിക്ക്, ഈ ഒരു ഇയറിൽ ഈ ഒരു മൂവിക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തതാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് കേട്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഹെസിറ്റേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇറ്റ്സ് എ കംപ്ലീറ്റ് എൻ്റർടൈനർ. അടിപൊളി സിനിമയാണ്. ബോത്ത് രണ്ടും പറയാം. മമ്മൂട്ടി ഡിസപ്പോയിൻറ്റ് ചെയ്യില്ല എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനോട് കൂടി തന്നെയാണ് വന്നത്. പിന്നെ മേക്കിംഗ് എന്നെ ഒരുപാട് സർപ്രൈസ് ചെയ്തു. ഞാനിപ്പോൾ പറഞ്ഞ പോലെ ചില ഫ്രെയിംസൊക്കെ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം സ്ക്രീൻ അലൈൻമെൻറ്റ് എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ മമ്മൂട്ടി തകർത്താടിയിട്ടുണ്ട്. ആക്ച്വലി ഐ എം വെരി പ്രൗഡ്. ഈ ഒരു ഫീൽഡ് നമ്മുടെ മലയാളത്തിൽ ഇങ്ങനെ ഒരു ആക്ടർ ഉണ്ടെന്ന് പറയുന്നത് തന്നെ ഐ എം വെരി പ്രൗഡ് ഓഫ് ഇറ്റ്. പിന്നെ പുള്ളി ഈ പറഞ്ഞ പോലെ തന്നെ അടിപൊളിയായിട്ടുള്ള റോളുകൾ ചെയ്യുകയാണ്. ഇപ്പോൾ കാതൽ മൂവിയൊക്കെ വളരെ എൻജോയ് ചെയ്തു. അപ്പോൾ ഇതും ആക്ച്വലി എല്ലാവരും പോയി കാണണമെന്ന് ഞാൻ പറയും.